കോൺഗ്രസ് പാർട്ടി മാത്രം വിചാരിച്ചതുകൊണ്ടല്ല 102 MLA തിരഞ്ഞെടുക്കപ്പെട്ടത്. അതിൽ കോൺഗ്രസ് വോട്ടർമാരുണ്ട്, കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്നവരുണ്ട്, നിഷ്പക്ഷമായി ചിന്തിക്കുന്നവരുണ്ട്. ഇവരെല്ലാം കണ്ട മുഖം, മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പ്രധാനമായി കണ്ട മുഖം മിസ്റ്റർ വി ഡി സതീശൻ്റെതാണ്. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ പോകണമെങ്കിൽ KCയുടെ ഒരു തഴുകൽ ആവശ്യമുണ്ട്. ഹൈക്കമാൻഡിലേക്കുള്ള ഒരു വാതായനമാണ് അവരെ സംബന്ധിച്ചിടത്തോളം KC വേണുഗോപാൽ. KC ആകട്ടെ, VD ആകട്ടെ, RC ആകട്ടെ, 3 പേരും കമാന്നൊരക്ഷരം പറഞ്ഞിട്ടില്ല. തങ്ങളുടെ അർഹതയെക്കുറിച്ച് വ്യംഗ്യമായി പറയുന്നതല്ലാതെ താൻ സീനിയർ ആണെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു വെച്ചു. KC ഒന്നും തന്നെ പറയുന്നില്ല. കേരളത്തിലെ മുഴുവൻ മനസ്സിനെ തൊട്ടുണർത്തിയത് VD മാജിക് ആണ് എന്നത് ഓരോ കോൺഗ്രസ് MLAക്കും അറിയാം. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. 10 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം കിട്ടിയ ഈ സുവർണ അവസരമാണ് UDFന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന തെരഞ്ഞെടുപ്പ് വിജയം. 102 സീറ്റോടെ, അധികമൊന്നും കേരളത്തിൻ്റെ ചരിത്രത്തിൽ സംഭവിക്കാത്ത കാര്യമാണ് 100-ന് മുകളിൽ പോകുന്നത്. 102 സീറ്റോടെ അധികാരത്തിലെത്തിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ മുഖ്യമന്ത്രി ആര് എന്ന് തീരുമാനിക്കണം. അതത്ര എളുപ്പമല്ല. എനിക്ക് തോന്നുന്നു ഈ തിരഞ്ഞെടുപ്പ് ജയിച്ചതുപോലെ തന്നെ അത്രയും കടുപ്പമേറിയ ഒന്നായി മാറിയിരിക്കുകയാണ് UDFൻ്റെ മുഖ്യമന്ത്രി ആര് എന്ന് തീരുമാനിക്കുന്നത്. ഈ വിഷയം UDFന് ഏതെങ്കിലും തരത്തിലുള്ള തിരിച്ചടിക്ക് കാരണമാകുമോ? തീരുമാനം ഏറ്റവും സ്മൂത്തായി എടുക്കുവാനുള്ള അധികാരം ഹൈക്കമാൻഡ് എങ്ങനെയായിരിക്കും വിനിയോഗിക്കുക? ആ തീരുമാനത്തോട് ജനങ്ങൾ ഏത് തരത്തിൽ പ്രതികരിക്കും? പരിശോധിക്കാൻ നമുക്ക്. നമ്മോടൊപ്പം ചേരുന്നു രാഷ്ട്രീയ നിരീക്ഷകൻ ഡോക്ടർ മോഹൻ വർഗീസ്. നമസ്കാരം സർ, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. നമസ്കാരം സർ. ഈ തീരുമാനം എന്ന് പറയുമ്പോൾ 3 പേരും ഘടാഘടിയന്മാരാണ്, യോഗ്യന്മാരാണ്. ഇവിടെ 3 പേരും ആഗ്രഹിക്കുന്നുണ്ട് മുഖ്യമന്ത്രി പദം. അവരവരുടേതായ ക്ലെയിം വാക്കുകളിൽ അവർ പുറത്തേക്ക് വിടുകയും ചെയ്യുന്നുണ്ട്. കേന്ദ്ര നിരീക്ഷകരെത്തി ഓരോരുത്തരോടുമായി സംസാരിച്ചു, ഘടകകക്ഷികളുമായി ആശയവിനിമയം നടത്തി, കേന്ദ്രത്തിന് വിട്ടിരിക്കുകയാണ്. ഈ തീരുമാനം തീർച്ചയായും ഞാൻ വിചാരിക്കുന്നത് ഇത് UDFൻ്റെ ആദ്യത്തെ അഗ്നിപരീക്ഷയാണ് അധികാരത്തിലെത്തിയ ശേഷം. ഇതിനെ അവർ ഹാൻഡിൽ ചെയ്യുന്ന രീതി ജനങ്ങൾക്ക് ബോധ്യമാകുന്ന വിധത്തിലായിരിക്കുമോ, അതോ സംഘടനാ തലത്തിലെടുക്കുന്ന ഒരു തീരുമാനം, ഞങ്ങളുടേതാണ് തീരുമാനം, ഇതാണ് ഞങ്ങളുടെ തീരുമാനം, ആ തരത്തിൽ അവർ ഇമ്പോസ് ചെയ്യുന്ന ഒരു തീരുമാനമായിരിക്കുമോ? എന്താണ് അങ്ങയുടെ എക്സ്പീരിയൻസ് പറയുന്നത്? 1-2 പഴഞ്ചൊല്ല് പറഞ്ഞോട്ടെ. അതിലൊന്ന്, ഈ കുരങ്ങൻ്റെ കയ്യിൽ പൂമാല കിട്ടുക എന്നതാണ്. പൂമാല നല്ലതാണ്, അതാരുടെ കയ്യിൽ കിട്ടുന്നു എന്നതാണ്. ഈ ഘടാഘടിയനായ ഒരു കുരങ്ങനാണെങ്കിൽ സാരമില്ല. ഇത് ഘടാഘടിയന്മാരായ 3 എന്തിനും പോകുന്ന 3 യോദ്ധാക്കളാണ് അതെ പടനിലത്തുള്ളത്. അപ്പോൾ പിന്നെ യഥാർത്ഥത്തിൽ ഈ പടക്കുറുപ്പുമാരെ നിയന്ത്രിച്ചു കൊണ്ടുപോകാനുള്ള നിയോഗം ഹൈക്കമാൻഡിലാണ്. ഒരു പൂമാല പോലെയുള്ള വിജയമായിരുന്നു UDFൻ്റേത്. 102 പൂക്കൾ ഒരു ചരടിൽ കോർത്ത്, എത്ര ഏകോപനത്തോടു കൂടിയ അതിൽ ആ പൂ കോർക്കാൻ വേണ്ടി യഥാർത്ഥത്തിൽ സഹായിച്ച ചരടെന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, ഒരു പിണറായി വിജയനാണ്. ആ ചരട് യഥാർത്ഥത്തിൽ പിണറായി വിജയൻ, പിണറായി വിരുദ്ധത, നല്ലൊരു സഹായ നടൻ്റെ റോളിൽ ഒരു പക്ഷേ പിന്നെ വെള്ളാപ്പള്ളി നടേശനും ഒക്കെ വന്ന് കാണണം. പല ഫാക്ടേഴ്സാണ്, നെഗറ്റീവും പോസിറ്റീവുമായ. ഇതിലൊരു പോസിറ്റീവ് ഉണ്ട്. ഈ ചരട് കയ്യിൽ കിട്ടി. ഈ ചരടിനെ പൂക്കളാക്കി, പൂമാലയാക്കി മാറ്റിയെടുക്കാൻ അക്ഷീണം പ്രയത്നിച്ചവരാണ് എല്ലാവരും. അതിലൊന്നാമൻ VD സതീശനാണ്. ഒന്നാമൻ, അതിൽ സംശയമൊന്നുമില്ലല്ലോ. ആർക്കാണ്? ഹൗ ഡു ഇന്റർപ്രറ്റ് ദ മാൻഡേറ്റ്? നമ്മൾ ജനാധിപത്യ പ്രക്രിയയിൽ ഒരു മാൻഡേറ്റ്, ജനവിധിയെ നമ്മൾ വിശകലനം ചെയ്യുന്നത് എങ്ങനെയാണ്? സാങ്കേതികത പറഞ്ഞാണോ വിശകലനം ചെയ്യുന്നത്, അതോ മൊത്തത്തിലുള്ള ഇമ്പാക്റ്റ് നോക്കിയാണോ? മലബാർ മേഖല തൂത്തുവാരി, മധ്യ കേരളം തൂത്തുവാരി, പൊതുവെ നല്ലൊരു ഇംപ്രഷൻ ഉണ്ടാക്കി നിയമസഭയ്ക്കകത്തും പുറത്തും പ്രചരണ മാനേജർ എന്ന നിലയിൽ ഉപതെരഞ്ഞെടുപ്പിലും പൊതു തെരഞ്ഞെടുപ്പിലും 1-ാം തരം ലോക്സഭാ തെരഞ്ഞെടുപ്പ്, തദ്ദേശ തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഉപതെരഞ്ഞെടുപ്പുകൾ ബ്ലെമിഷ് ലെസ് ലീഡർഷിപ്പ്. മാത്രമല്ല നിയോഗിച്ചയാൾ അദ്ദേഹമാണ്. VD സതീശനെയാണ് 5 വർഷം മുൻപ് പ്രതിപക്ഷ നേതാവായി അടുത്ത ഭരണത്തിലെത്താൻ സഹായിക്കണം, മുന്നിൽ നിന്ന് നയിക്കണം. അങ്ങനെ ഒരു മാൻഡേറ്റ് കൊടുത്തതിന് ശേഷം, ഇതാ മാഡം, യു ഹാവ് ഇൻട്രസ്റ്റഡ് മീ വിത്ത് ദിസ് റെസ്പോൺസിബിലിറ്റി.
Mr. Rahul Gandhi, you have entrusted me with the responsibility. Now I have proved the metal. ഇതാ പ്രോഗ്രസ് കാർഡ് എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ അത് അവിടെ നിൽക്കട്ടെ, ഞങ്ങൾ വേറെ ആളെ എഴുതിക്കൊള്ളാം എന്ന് പറയുന്നതിൻ്റെ അനൗചിത്യം പാർട്ടിക്ക് പ്രശ്നമല്ലെങ്കിലും വോട്ടർമാർക്ക് പ്രശ്നമാകാം. പാർട്ടിയല്ല, കോൺഗ്രസ് പാർട്ടി മാത്രം വിചാരിച്ചതുകൊണ്ടല്ല 102 MLA-മാർ തിരഞ്ഞെടുക്കപ്പെട്ടത്. അതിൽ കോൺഗ്രസ് വോട്ടർമാരുണ്ട്, കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്നവരുണ്ട്, നിഷ്പക്ഷമായി ചിന്തിക്കുന്നവരുണ്ട്. ഇവരെല്ലാം കണ്ട മുഖം, മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പ്രധാനമായി കണ്ട മുഖം മിസ്റ്റർ VD സതീശൻ്റെതാണ്, സംശയമില്ല. അതേസമയം കേരളം പ്രബുദ്ധരുടെ നാടാണല്ലോ. അവർക്കറിയാം രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു ചാൻസ് ലഭിക്കാമായിരുന്നു. മുന്നിൽ നിന്ന് ഇപ്രാവശ്യം നയിച്ചത് അദ്ദേഹം അല്ലെങ്കിലും കഴിഞ്ഞ പ്രാവശ്യം നയിച്ചത് രമേശ് ചെന്നിത്തലയാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു രീതിയിൽ പറഞ്ഞാൽ അർഹതയുണ്ട്, സീനിയറാണ് എന്ന് മനസ്സിലാക്കാനുള്ള ത്രാണിയും ജനങ്ങൾക്കുണ്ട്. പക്ഷേ മൂന്നാമതൊരാൾ രംഗത്തില്ലാത്ത, പടനിലത്ത് നേരിട്ടില്ലാത്ത, പിന്നിൽ നിന്ന് മാത്രം ചരട് വലിച്ച, പണം എത്തിച്ചു കൊടുത്ത, അത് നാട്ടുകാർ അറിയേണ്ടതല്ലോ, വോട്ടർമാർ അറിയേണ്ടതല്ലോ. പിന്നിൽ നിൽക്കുന്നയാൾ അൺസങ് ഹീറോ, നല്ല ചരിത്രബോധമുള്ളവരാണ് കേരളത്തിലെ സംവിധായകർ. മുൻപായിട്ടുള്ളത് എങ്ങനെയാണ്? ശ്രീ VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ജനസമ്മർദ്ദം കൊണ്ടാണ് CPM കാൻഡിഡേറ്റ് ആക്കിയത് തന്നെ. കാൻഡിഡേറ്റ് ആക്കി ജയിച്ചു. ആദ്യം ഒരു തവണ തോറ്റു, പാർട്ടി തോൽപ്പിച്ചു എന്ന് പറയുന്നതാണ്. മാരാരിക്കുളത്തെ ഒരിക്കൽ അച്യുതാനന്ദൻ രക്തം വീണു, പിന്നെ ആ വഴി അച്യുതാനന്ദൻ പോയിട്ടില്ല. മലമ്പുഴയിൽ നിന്നു മത്സരിച്ചു, ജയിച്ചു. മലമ്പുഴ സീറ്റ് കിട്ടാൻ വേണ്ടി പാർട്ടിക്കുള്ളിൽ പട നയിച്ചു. അച്ചടക്കമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ പ്രവർത്തകർ പട നയിച്ചു. അത്രയുമുള്ള ഉശിരൊന്നും ഒരുപക്ഷെ കോൺഗ്രസ്സുകാർക്കുണ്ടാവില്ല, ആ തരത്തിലുള്ള ഉശിരൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഇത് കോൺഗ്രസ്സുകാർ മാത്രമല്ല, കോൺഗ്രസ് പുറത്തു നിൽക്കുന്ന സാധാരണക്കാരാളുകളും ഈ ഡിബേറ്റിൽ പക്ഷം ചേരുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അതൊരു ശരിയുടെ പക്ഷമെന്ന് ചിന്തിക്കുന്ന ഒരു ഭാഗമുണ്ട്. ഇത് പക്ഷം ചേർന്ന്, അതായത് KC വേണുഗോപാലിനെ പിന്തുണയ്ക്കുന്നവർ ജനമൊന്നുമല്ല, കോൺഗ്രസ് സാധാരണ പ്രവർത്തകരുമല്ല, MLA-മാരാണ്. അത് എന്തുകൊണ്ടാണ് എന്നത് ജീവൽ പ്രശ്നമാണ്. അതെ, നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. മുന്നോട്ട് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ, തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ പോകണമെങ്കിൽ KCയുടെ ഒരു തഴുകൽ ആവശ്യമുണ്ട്. ഹൈക്കമാൻഡിലേക്കുള്ള ഒരു വാതായനമാണ് അവരെ സംബന്ധിച്ചിടത്തോളം KC വേണുഗോപാൽ. ഭാവിയിലേക്കുള്ള ഒരു നിക്ഷേപമാണ് KCയുമായുള്ള ബന്ധം. അതുകൊണ്ട് ഈ കേന്ദ്ര നിരീക്ഷകർ, അത് അജയ് മാക്കനാണെങ്കിലും മഹാരാഷ്ട്രയിൽ നിന്ന് വന്ന ആളാണെങ്കിലും, രണ്ടുപേരും KCയുമായി നല്ല ബന്ധമുള്ളവരാണ്, ചെന്നിത്തലയുമായും ബന്ധമുള്ളവരാണ്. അപ്പം ചെന്നിത്തല പവർഫുൾ അല്ലല്ലോ ഇപ്പം കേന്ദ്രത്തിൽ. അപ്പം KCയോട് ഓരോരുത്തർ ഇന്ന അഭിപ്രായമാണ് പറഞ്ഞതെന്ന് പറയാൻ കഴിയുന്ന ആത്മബന്ധം ഇവരൊക്കെ തമ്മിലുണ്ട്. VD സതീശൻ ആ ഗണത്തിലില്ല. സതീശൻ കേന്ദ്ര നേതൃത്വത്തിലുള്ള ആളല്ല, അദ്ദേഹം സംസ്ഥാന നേതാവ് മാത്രമാണ്. സംസ്ഥാനത്തെ കോൺഗ്രസ് പ്രവർത്തകർക്ക് വലിയൊരു ആവേശമാണ് VD സതീശൻ. പക്ഷേ KC അങ്ങനെയല്ല, പ്രവർത്തകരുടെ ആവേശമല്ല, നേതാക്കളുടെ ആവേശമാണ് KC. ആവേശമല്ല, ആഗ്രഹം. അപ്പം ആശയപരമല്ല, ആമാശയപരമാണ് ചിന്ത എന്ന് പറയേണ്ടി വരും. അതാണ് പ്രായോഗിക രാഷ്ട്രീയമാണ് കോൺഗ്രസ് രാഷ്ട്രീയം. അതുകൊണ്ട് MLA-മാരുടെ തല എണ്ണിയാൽ ഇപ്പോൾ KC പക്ഷം ക്ലെയിം ചെയ്യുന്നത് പോലെ 40-ലധികം 48 പേരുടെയൊക്കെ പിന്തുണയുണ്ടെന്നാണ് പറയുന്നത്, 63 അംഗ. അതുപോലെ KC എല്ലാവരും പറയും, ഇപ്പം പുറത്ത് പറയുന്ന കണക്കുകൾ എത്രത്തോളം വിശ്വസിക്കാമെന്നറിയില്ല. VD സതീശൻ പറഞ്ഞു തനിക്ക് 25-30 ഇടയ്ക്ക് പേരുടെ പിന്തുണയുണ്ട്. സമാനമായ പിന്തുണ പിന്നെ ചെന്നിത്തലയും പറയുന്നു. അതേസമയം KC പറയുന്നില്ല, KCയുടെ പിന്തുണക്കാർ, KC ഒന്നും പറഞ്ഞിട്ടില്ല. അത് വളരെ ഒരു കാര്യം വ്യക്തമാണ്. KC ആകട്ടെ, VD ആകട്ടെ, RC ആകട്ടെ, 3 പേരും കമാന്നൊരക്ഷരം പറഞ്ഞിട്ടില്ല. തങ്ങളുടെ അർഹതയെക്കുറിച്ച് വ്യംഗ്യമായി പറയുന്നതല്ലാതെ താൻ സീനിയറാണെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു വെച്ചു. KC ഒന്നും തന്നെ പറയുന്നില്ല. ഇതിനെക്കുറിച്ചുള്ള ഡിബേറ്റിൽ തനിക്ക് താല്പര്യമില്ല എന്ന് മാത്രമേ പറയുന്നുള്ളൂ. മുഖ്യമന്ത്രി പദം തനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ടേ ഇല്ല. VD സതീശൻ പറഞ്ഞതായി പറയുന്ന ആളുകൾ പറയുന്നത് മന്ത്രിസഭയുടെ തലപ്പത്ത് താനില്ല എങ്കിൽ മന്ത്രിസഭയിൽ ഒരു ശരാശരി മന്ത്രിയായിട്ടിരിക്കാൻ തന്നെ കിട്ടില്ല എന്ന് VD പറഞ്ഞതായി പുറത്ത് കേൾക്കുന്നു. അറിയില്ല, പറഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല. അവിടെ ഒരു സന്നിഗ്ധ ഘട്ടം ഡെവലപ്പ് ചെയ്യുകയാണ്. അപ്പോൾ പിന്നെന്താണ്? ഹൈക്കമാൻഡ് മുമ്പിൽ, ഞാനതാണ് പറഞ്ഞ കുരങ്ങൻ്റെ മുമ്പിൽ പൂമാല എന്ന് പറയുമ്പോൾ ഇവിടെ ആ കുരങ്ങൻ ഹൈക്കമാൻഡ് തന്നെയാണ്, പൂമാല തന്നെയാണ്. അത് ഇടേണ്ട കഴുത്തിൽ ചാർത്താൻ കഴിയുമോ, അതോ പിച്ചിപ്പറിച്ച് ഛന്നം ഭിന്നമാക്കി മാറ്റി
അവസാനം ഏതാനും പൂക്കൾ മാത്രമുള്ള ഒരു പൂമാലയാണെന്ന് തോന്നാത്ത വാഴനാര് തലയിലിട്ടുകൊണ്ട് ഇരിക്കുന്ന ഒരു മുഖ്യമന്ത്രി ഇവിടെ ഉണ്ടാവുമോ? അത് ജനങ്ങൾ അംഗീകരിക്കുമോ? ജനങ്ങൾ പണ്ട് അച്യുതാനന്ദന് വേണ്ടി CPM തെരുവിലിറങ്ങിയതുപോലെ ഒരുപക്ഷെ സതീശന് വേണ്ടി കോൺഗ്രസ് പ്രവർത്തകർ തെരുവിലിറങ്ങുമോ? കോൺഗ്രസിന് ആ പറയുന്ന അച്ചടക്കം, CPM വലിയ അച്ചടക്കത്തിന്റെ പാർട്ടിയാണ്. ഈ പറയുന്ന അച്ചടക്കമൊന്നും കോൺഗ്രസിലില്ല. അത് വാളെടുത്താലൊന്നും ചാട്ടവാളെടുത്താലൊന്നും കോൺഗ്രസ്സുകാർ അടങ്ങില്ല. അതുകൊണ്ട് അവരിറങ്ങുമോ? സാധാരണ ജനം കൂടെ പിന്തുണയ്ക്കുമോ? അറിയില്ല. അതുകൊണ്ട് ഉദ്വേഗജനകമായ നിമിഷങ്ങളിലൂടെ തന്നെയാണ് കേരളം ഇപ്പോൾ കടന്നു പോകുന്നത്. ഓക്കെ, ഈ സാഹചര്യത്തിൽ നമ്മളിപ്പോൾ ഒറ്റ വാക്കിലാണ് പറഞ്ഞത് 3 പേരും കഴിവുള്ളവരാണ് എന്ന്. പക്ഷേ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സാർ പറഞ്ഞു ഉപതെരഞ്ഞെടുപ്പുകൾ, അതുപോലെ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പ്, ലോക്സഭാ തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ്, 3ലും ഗംഭീരമായ വിജയത്തിലേക്ക് UDF നയിച്ച ആൾ തന്നെയാണ് VD സതീശൻ. VD സതീശൻ്റെ പ്രത്യേകതകളെന്ന് നോക്കുമ്പോൾ എപ്പോഴും തൻ്റെ വാക്കുകൾ മാറ്റി പറയാറില്ല. നിലപാടുണ്ട്, ശരിയാണ്. മറ്റൊന്ന്, പൊളിറ്റിക്കലി റീഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് അദ്ദേഹത്തിന്. കേരളത്തെ റീഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, കാലത്തെ റീഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് 100+ എന്ന്. മറ്റൊന്ന്, അച്ചടക്കം എല്ലാവരിൽ നിന്നും പ്രതീക്ഷിക്കുകയും അത് കൃത്യമായി ഉറപ്പുവരുത്താനും അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട്. ഈ 3 കാര്യത്തിലും അദ്ദേഹം മിടുക്കനാണെന്ന് തോന്നുന്നു. അതുപോലെ കാര്യങ്ങൾ പഠിച്ചവതരിപ്പിക്കാൻ ഇങ്ങനെ നോക്കുമ്പോൾ VD സതീശനെ എങ്ങനെയാണ് റേറ്റ് ചെയ്യുന്നത് അങ്ങയുടെ എക്സ്പീരിയൻസിൽ നിന്നും? അദ്ദേഹം രാഷ്ട്രീയത്തിൽ വന്നില്ലായിരുന്നെങ്കിൽ ഒരു ഹെഡ് മാസ്റ്റർ ആകുമായിരുന്നു സ്കൂളിൻ്റെ. കൃത്യമായി ചിട്ടയോടുകൂടി അച്ചടക്കത്തോടുകൂടി പറയേണ്ടത് മാത്രം പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം നൽകിക്കൊണ്ട് അങ്ങനെ ഒരു ഡിസിപ്ലിനേറിയൻ ഒരു നേതാവാണ്. ഹീസ് എ നോ നോൺസെൻസ് പേഴ്സൺ. നോ നോൺസെൻസ് പേഴ്സൺ. പൊതുവെ വിടുക പറയാറില്ല. സാധിക്കുന്നതേ പറയൂ. പറയുന്നതെല്ലാം നടന്നിട്ടുമുണ്ട്. അത് ഈ ചക്ക വീണാൽ ഒരു ചക്ക വീണാൽ ചാകും. പക്ഷേ ഇത്രയും മുയൽ ചത്തു. ഒരു നേരം മുയലുകൾ. ഉപതെരഞ്ഞെടുപ്പുകൾ, പൊതുതെരഞ്ഞെടുപ്പ്, ലോക്സഭ, തദ്ദേശം, എല്ലാ മുയലുകളും. ഇത് മുയലൊന്നുമല്ല, ആന വരെ ചത്തല്ലോ. അമ്മാതിരി പ്രയോഗം. അത് VD സതീശൻ്റെ ഒരു മാറ്റ് കൂട്ടിയിട്ടുണ്ട്, മാർക്കറ്റ് വാല്യൂ കൂട്ടിയിട്ടുണ്ട്. കോൺഗ്രസ് പ്രവർത്തകർ അന്താളിച്ച് നിൽക്കുന്ന ഒരു സമയത്താണ് ഇനി തങ്ങൾക്കൊരു നല്ല കാലമില്ല എന്ന് ചിന്തിക്കുമ്പോഴാണ് പെട്ടെന്ന് VD സതീശൻ അപ്രതീക്ഷിതമായി തങ്ങളുടെ നേതാവായി വരുന്നത്, പ്രതിപക്ഷ നേതാവായി വരുന്നത്. സംഘടനാ സംവിധാനത്തെ തൊട്ട് തഴുകി ഉണർത്തി പിന്നീട് ഉജ്ജ്വലമായി സംഘടനയുടെ തലപ്പത്ത് സുധാകരൻ വന്നു. നല്ലൊരു കോമ്പിനേഷൻ തന്നെയാണ്. നല്ല കോമ്പിനേഷനാണ്. നല്ല ചുടിയും ചുറുചുറുക്കുമുള്ള സീനിയർ സിറ്റിസൺ ആണെങ്കിൽ പോലും സുധാകരൻ്റെ ഒരു നേതൃത്വം എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഊർജ്ജമുണ്ടാകും അണികൾക്ക്. അതുപോലെ സണ്ണി ജോസഫ് മൈൽഡ് ഒരു പേഴ്സണാലിറ്റിയാണ്. പക്ഷേ തീർച്ചയായും കോൺഗ്രസിന് ന്യായമായി മുന്നോട്ട് വെക്കാവുന്ന ഒരു സൗമ്യ മുഖം. ഇതെല്ലാം തന്നെ കോൺഗ്രസ് പരീക്ഷിച്ചു. എത്രയോ KPC പ്രസിഡന്റുമാരായി. അപ്പോൾ അവരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ കഴിഞ്ഞു. വിജയമുണ്ടായി. There's nothing sweeter than victory. ഇത് കോൺഗ്രസ് അണികൾ they tasted it for the first time in last 10 years. അതെ, വേറൊരു കാര്യം കൂടി ഞാൻ ചോദിച്ചോട്ടെ സാർ. നമുക്കറിയാം, കാരണം കഴിഞ്ഞ 10 വർഷം കേരളം ഭരിച്ചത് വളരെ കർക്കശക്കാരനായ ഒരു മുഖ്യമന്ത്രിയാണ്. ആ മുഖ്യമന്ത്രി തിരുവായ്ക്ക് എതിർവായി ആഗ്രഹിക്കുന്നില്ല. പലപ്പോഴും നമ്മളത് കണ്ടിട്ടുള്ളതാണ്. പക്ഷേ അത്തരത്തിൽ ഒരു ശക്തനായ മുഖ്യമന്ത്രിക്കെതിരെ നിന്ന് പൊരുതുവാൻ തക്ക പോരാളിയാണ് താൻ എന്നുകൂടി അദ്ദേഹം തെളിയിച്ചു. സഭയ്ക്കകത്താണെങ്കിലും പുറത്താണെങ്കിലും അതൊരു വലിയ പ്ലസ് പോയിന്റ് അല്ലേ? അദ്ദേഹം കൊണ്ടുവന്ന വിഷയങ്ങൾ അദ്ദേഹം പഠിച്ച്, ഇതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു MLA അല്ലെങ്കിൽ ഒരു പ്രതിപക്ഷ നേതാവ്, മുഖ്യമന്ത്രിയാകാൻ താല്പര്യപ്പെടുന്ന ഒരാൾ നല്ല പഠിതാവായിരിക്കണം, നല്ല സ്റ്റുഡൻ്റ് ആയിരിക്കണം, വായന ഉണ്ടാവണം. ഇതെല്ലാം ഉണ്ട്. വായന ഉണ്ടാവണം അല്ലേ? കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞ തന്നെയല്ലേ ശരി? വായിച്ചാൽ വളരും, വായിച്ചില്ലേ വളയും. അല്ലേ? ഈ വളഞ്ഞ രാഷ്ട്രീയ നേതാക്കളുടെ മധ്യയാണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെ കോൺഗ്രസിൽ അത്ര പരിചിതമല്ലാത്ത ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റ് ഒരാൾ കാട്ടുന്നു. പറഞ്ഞ വാക്കിന് വില കൊടുക്കുന്നു, പറഞ്ഞ വാക്ക് പാലിക്കുന്നു, പറഞ്ഞത് സംഭവിക്കുന്നു. സമീപ ഭൂതകാലത്തെങ്ങും അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. ഇത് കോൺഗ്രസ് പ്രവർത്തകർ, നിസ്സംഗരായി നിന്ന പല കോൺഗ്രസ് പ്രവർത്തകരും പല ഗ്രൂപ്പുകളായി ചിതറി നിന്ന ആളുകളും ഗ്രൂപ്പുകൾക്ക് അതീതമായി സതീശന്റെ ഫാൻസായി മാറി. അത് സാധാരണക്കാരിലേക്കും വ്യാപിച്ചു, അത് വോട്ടായി മാറി. ഇതെല്ലാം തന്നെ നമ്മൾ കണ്ടതാണ്. ഇനി ഒരു ഡിബേറ്റിന് വേണ്ടി പറയാം, അത് മാത്രമാണോ കാര്യം? കോൺഗ്രസ് പാർട്ടിയുടെ മൊത്തം ഉജ്ജ്വലമായ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വം, പ്രിയങ്ക ഗാന്ധിയുടെ വരവ്, ഇതെല്ലാം ആകെ മുൻപ് ഉണ്ടായല്ലോ. എന്നിട്ട് ഇവിടെ രാഹുൽ ഗാന്ധി ഇപ്പോഴല്ലല്ലോ നേതാവായത്. വയനാട്ടിൽ രാഹുലോ പ്രിയങ്കോ ജയിച്ചതല്ല ഈ പറയുന്നത്. കേരളത്തിലെ മുഴുവൻ മനസ്സിനെ
തൊട്ടുണർത്തിയത് VD മാജിക് ആണ് എന്നത് ഓരോ കോൺഗ്രസ് MLA-ക്കും അറിയാം, ഈ 63 പേർക്കും അറിയാം. പക്ഷെ എന്തുകൊണ്ട് VD-യുടെ പേര് പറയുന്നില്ല? കാരണമുണ്ട്. അവർക്കറിയാം ആത്യന്തികമായി VD നയിക്കുകയും ഒരു നല്ല ഇമേജ് ഉണ്ടാവുകയും ചെയ്താൽ തങ്ങൾക്ക് വീണ്ടും നിയമസഭയിലേക്ക് കടന്നു വരാൻ കഴിയും. പക്ഷേ ഒന്നുകൂടെ ചിന്തിക്കും മനസ്സിലാകും, VD ഇപ്പോൾ പിന്തുണച്ചാൽ KC പിണങ്ങിയാൽ KC തുടർന്നും ഹൈക്കമാൻഡിന്റെ തലപ്പത്ത് തന്നെ പിടിച്ചിരിക്കുകയാണെങ്കിൽ തങ്ങൾക്ക് അടുത്ത പ്രാവശ്യം സീറ്റ് കിട്ടുമെന്ന് ഉറപ്പൊന്നുമില്ല. അതുകൊണ്ട് തൽക്കാലം തങ്ങൾ ഭദ്രമാക്കണം, എങ്ങും തൊടാതെ പറയുക. അല്ലെങ്കിൽ രണ്ടാമതൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അങ്ങ് പറയാം, അല്ല എങ്കിൽ ആദ്യ ഓപ്ഷൻ പിന്നെ അവരുടെ നേതാവായ ഡിഫാക്ടോ കോൺഗ്രസ് നേതാവായ KC വേണുഗോപാൽ തന്നെ പറയുക. ഇതാണ് നിലനിൽപ്പിന് വേണ്ടി അവർ പറയുന്നതേ ഉള്ളൂ. ഇവിടെ എങ്ങും രംഗത്ത് രമേശ് ചെന്നിത്തല ഇല്ലെന്ന് ഓർക്കണം. രമേശ് ചെന്നിത്തല എന്ന് സ്പെൻഡ് ഫോഴ്സ് എന്നാണ് പലരും പറയുന്നത്. ഇപ്പോൾ പല്ല് കുടിഞ്ഞ സിംഹമെന്നോ സ്പെൻഡ് ഫോഴ്സ് എന്നോ MT കാട്രിഡ്ജ് എന്നോ ഒക്കെ പറയാവുന്ന രീതിയിലേക്ക് ഇകഴ്ത്തി കാട്ടാനാവില്ല. രമേശ് ചെന്നിത്തല വലിയൊരു നേതാവാണ് ഇപ്പോഴും. തീർച്ചയായിട്ടും ത്യാഗം ചെയ്ത് അദ്ദേഹം ചെയ്ത ത്യാഗങ്ങൾ കോൺഗ്രസ് പാർട്ടിക്ക് മറക്കാൻ പറ്റുമോ? ആദ്യം ഈ ത്യാഗം മാത്രമല്ല, KSU 10, 14, 15 വയസ്സിൽ KSU പോളിറ്റിക്സ് തുടങ്ങിയതാണ്. അത് കഴിഞ്ഞ് ഇടതടവില്ലാതെ വഹിക്കാവുന്ന എല്ലാം ഇന്ന് വേണുഗോപാൽ ഇരിക്കുന്ന സ്ഥാനത്ത് ഒരു കാലത്ത് ഇരുന്ന ചെന്നിത്തലയാണ്. വേണുഗോപാലും സതീശനും ഒക്കെ എത്രയോ ജൂനിയേഴ്സാണ്. അന്ന് സീനിയോറിറ്റി പരിഗണിക്കുന്നത്. ദേശീയ രാഷ്ട്രീയം നോക്കുമ്പോൾ ഒരു വലിയ ജനക്കൂട്ടം തന്നെയുണ്ട് നേതാക്കളുടെ. അവിടെയാണ് രമേശ് ചെന്നിത്തല കയറിക്കൂടിയത്. ഈ മമതാ ബാനർജി ഉൾപ്പെടെ അവരെയൊക്കെ പേച്ചുകൊണ്ട് പോയി അവരെക്കാളൊക്കെ സീനിയറാണ് ആ രീതിയിൽ. പക്ഷെ എങ്ങനെയോ രാജീവ് ഗാന്ധി കാലഘട്ടത്തിന് ശേഷം സോണിയാഗാന്ധി കുറച്ചൊക്കെ കരുതി. പക്ഷെ അതിനുശേഷം രാഹുൽ ഗാന്ധി കാലഘട്ടത്തായപ്പോൾ വേണുഗോപാൽ അകത്ത് കയറി. അതോടെ ചെന്നിത്തലയുടെ ശനിദിശ തുടങ്ങി. അവർ തമ്മിൽ പ്രശ്നമൊന്നും ഉള്ളതുകൊണ്ടല്ല, പക്ഷെ അങ്ങനെയാണ്. ഒരു ഹൈക്കമാൻഡ് വനത്തിൽ 2 സിംഹങ്ങൾ പാടില്ല, കേരളത്തിൽ നിന്നുള്ള 2 സിംഹങ്ങൾ പാടില്ല. അപ്പോൾ ഒരാൾ താഴേക്ക് പോകും. സംസ്ഥാനത്തേക്ക് പറഞ്ഞു വിട്ടത് മുതൽ ദേശീയ രാഷ്ട്രീയത്തിൽ നിന്നും സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് ചുവട് മാറി ചവിട്ടിയത് മുതൽ ചെന്നിത്തലയ്ക്ക് പിഴച്ചു. തൊട്ടതെല്ലാം പിഴച്ചു. പക്ഷേ അദ്ദേഹം ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് അദ്ദേഹത്തിന്റെ പ്രകടനം ആസ് എ പ്രതിപക്ഷ നേതാവ് ഗംഭീരമായിരുന്നില്ലേ? സംശയമില്ല. പക്ഷെ ഭാഗ്യം കൂടെ ഇല്ലായിരുന്നല്ലോ. കോവിഡ് മഹാമാരി ചെന്നിത്തലയ്ക്ക് മുൻകൂട്ടി കാണാനാവുമായിരുന്നില്ലല്ലോ. കിറ്റും പെൻഷനുമായി കളം നിറഞ്ഞ് പിണറായി 2 ചങ്കം പ്രദർശിപ്പിച്ചാണല്ലോ. അവിടെ ജനത്തിനൊരു ഓപ്ഷൻ ഇല്ലാതെ പോയി. അവിടെ ഹതഭാഗ്യനാണ് അദ്ദേഹം. അതുകൊണ്ടാണ് ഇപ്രാവശ്യം കാവ്യദീതി എന്ന നിലയിൽ ഒരു ചാൻസ് കൊടുക്കുക. അല്ല എങ്കിൽ മറ്റൊരു ഓപ്ഷൻ കൂടി ഉണ്ട്. അത് കോൺഗ്രസിന്റെ പരിഗണനയിൽ ഇപ്പം വെളിയിൽ വരില്ല. 2 MLA-മാരുണ്ട്. സീനിയറായ രമേശ് ചെന്നിത്തല അർഹനാണ് 2.5 വർഷം. കുറച്ചുകൂടി ജൂനിയറായ എന്നാൽ പ്രതിപക്ഷ നേതാവായ വിജയം കൊണ്ടുവന്ന രണ്ടാമത്തെയാൾ സതീശന് 2.5 വർഷം. അങ്ങനെ ഒരു ഫോർമുല ആണെങ്കിൽ തെരുവിൽ പ്രകടനങ്ങളില്ലാതെ തന്നെ ഒരുപക്ഷെ കാര്യം നടക്കും. അല്ലാതെ KC യുഗത്തിലേക്ക് കോൺഗ്രസിനെ കൊണ്ടുവന്നാൽ ആത്യന്തികമായി ഒരുപക്ഷെ KC ശോഭിക്കും. തൽക്കാലത്തേക്ക് പ്രതിഷേധങ്ങളുണ്ടാകും. KC ആണെങ്കിലും നല്ല തന്ത്രശാലിയാണ്, നല്ല കഴിവുള്ളയാളാണ്, ഭരണപരിചയമുള്ളയാളാണ്. VD-ക്ക് ഭരണപരിചയമൊന്നുമില്ല, പ്രതിപക്ഷ നേതാവ് എന്നുള്ള പരിചയമേ ഉള്ളൂ. VD മുൻ MLA മാത്രമാണ്, 5 ഇപ്പം 6ാം തവണ MLA. പക്ഷേ കേന്ദ്രമന്ത്രി, സംസ്ഥാന മന്ത്രി, സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ നല്ല ഭരണപരിചയമുണ്ട്. അപ്പോൾ ഇതൊക്കെ മുതലാക്കാൻ കഴിയും. അത് മാത്രമല്ല ചിലപ്പോൾ VD സതീശിനേക്കാൾ കൂടുതൽ ഈ ആളുകളെ കോർഡിനേറ്റ് ചെയ്ത് നിർത്താനും കേന്ദ്രവുമായുള്ള ബന്ധം ഉറപ്പിക്കാനും ഒക്കെ കഴിയുന്ന ഒരു പാൻ ഇന്ത്യ പ്രതിച്ഛായുള്ളൊരു നേതാവാണ് KC. കേരളത്തിൽ നിന്നുകൊണ്ട് നോക്കുമ്പോൾ ഒരു KC വലിയൊരാളാണെന്ന് തോന്നില്ല. പക്ഷേ കേരളത്തിന് പുറത്തറിയപ്പെടുന്ന ഇന്നത്തെ കോൺഗ്രസ് നേതാവ് KC വേണുഗോപാലാണ്. ഇതെല്ലാം വലിയ പരിഗണനകളാണ്. ഇപ്പോൾ കോൺഗ്രസ് പാർട്ടി ദേശീയ തലത്തിൽ ഒരു പ്രഭാവം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ ഒരു പ്രാദേശിക കോൺഗ്രസ് നേതാവിനെ മുഖ്യമന്ത്രി പദത്തിലേക്ക് ഉയർത്തിക്കാട്ടുന്നത് ഇവിടെ സ്വീകാര്യമാകാം. ഇതൊക്കെ കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ മനസ്സിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ മറ്റൊരു കാര്യങ്ങളുണ്ട്. രാഹുൽ ഗാന്ധി തന്റെ വലങ്കയായ KC വേണുഗോപാലിനെ വിട്ടുകൊടുക്കുമോ, കേരളത്തിനായി വിട്ടുകൊടുക്കുമോ? അത് മറ്റൊരു കാര്യമാണ്. അത് വേറൊരു കാര്യമാണ്. കോൺഗ്രസിന്റെ ദേശീയ രാഷ്ട്രീയത്തിൽ എല്ലാ നീക്കങ്ങളും തലനാരിഴ പരിശോധിച്ച് രാഹുൽ ഗാന്ധിക്ക് റിപ്പോർട്ട് ചെയ്യുന്ന ബുദ്ധി കേന്ദ്രമാണ് KC വേണുഗോപാൽ. കേരള മുഖ്യമന്ത്രി ആയിക്കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രശ്നങ്ങൾ കഴിഞ്ഞിട്ട് പിന്നെ ഒന്നും നേരം കാണില്ല. അതുകൊണ്ട് KC എന്ന ആ ഒരു സ്വർണ്ണമുട്ടയിടുന്ന താറാവിനെ വിട്ടുകൊടുക്കാൻ രാഹുൽ ഗാന്ധി തയ്യാറാകുമോ? അത് കേന്ദ്രത്തിന്റെ പെർസ്പെക്റ്റീവാണ്. ഇവിടെ ആ താറാവിനെ വേണ്ട. ഇവിടെ ജനങ്ങൾക്ക് ആ താറാവിനെ വേണ്ട. ഗ്രാസ് റൂട്ട് ലെവൽ പ്രവർത്തകർക്ക് സ്വർണ്ണമുട്ടയല്ല ആനമുട്ട ഇടുന്ന താറാവിനെയും ഇവിടെ വേണ്ട. ഇവിടെ താറാവുണ്ട്. ഇവിടെ ഇവിടെ തന്നെ വളർന്നു വന്ന നല്ല ജൈവികമായി വളർന്നു വന്നൊരു നേതാവുണ്ട് എന്ന് പ്രവർത്തകരും നാട്ടുകാരും പറയുന്നു. ഒന്നല്ല 2 നേതാക്കളുണ്ട്. അപ്പം ഇവിടെ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പം എങ്ങനെയാണ് ആത്യന്തികമായി ഹൈക്കമാൻഡ് തീരുമാനമെടുക്കുക?
സാങ്കേതികത്വം പറഞ്ഞാൽ നിയമസഭാ കക്ഷിയുടെ, അപ്പോൾ അതൊക്കെ പൊളിറ്റിക്കൽ സയൻസിൻ്റെയോ അല്ലെങ്കിൽ സോഷ്യൽ സയൻസിൻ്റെ ക്ലാസ് റൂമിൽ നിന്ന് കുട്ടികൾക്ക് ലെക്ചർ ചെയ്യാൻ കൊള്ളാം. എന്താണ് ഭൂരിപക്ഷ കക്ഷിയുടെ നേതാവിനെ മുഖ്യമന്ത്രിയായി അല്ലെങ്കിൽ പ്രധാനമന്ത്രിയായി അംഗങ്ങൾ ചേർന്ന് തീരുമാനിക്കും എന്ന് പറഞ്ഞാൽ തീരുന്നത് സാങ്കേതിക പ്രശ്നം മാത്രമാണ്. ഇത് രാഷ്ട്രീയമാണ്. ഇത് സാങ്കേതികതയിൽ മാത്രം ഒതുങ്ങാനാണെങ്കിൽ ഇത്രയൊന്നും പോകണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് സാങ്കേതികതയ്ക്ക് അതീതമായ ചില നൈതികത ഇതിലടങ്ങിയിരിക്കുന്നു. ഒരു കാര്യം, അതായത് AK ആന്റണി പറഞ്ഞൊരു കാര്യം, അല്ലെങ്കിൽ മുതിർന്ന നേതാക്കൾ, പഴയ KPC പ്രസിഡന്റ്മാരൊക്കെ തന്നെ ഹൈക്കമാൻഡ് പ്രതിനിധികളോട് പറഞ്ഞൊരു കാര്യം, കഴിഞ്ഞ പ്രാവശ്യം പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് നിന്നും രമേശ് ചെന്നിത്തലയെ മാറ്റിയതുപോലെ ആകരുത് ഇപ്രാവശ്യം മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ അതിൽ വ്യക്തമാണല്ലോ രമേശ് ചെന്നിത്തലയെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് നിന്നും മാറ്റിയത് ശരിയായ രീതിയിലല്ല എന്ന്, അല്ലേ? എപ്പോഴും ഈ ഏറ്റവും അധികം കണ്ണീര് വീഴുന്ന KPCC പ്രസിഡന്റുമാരുടെ കാറിലാണെന്നാണ് കേട്ടിട്ടുള്ളത്. കാറിൽ വന്ന് ഇന്ദിരാഭവനിൽ ഇറങ്ങുന്ന KPCC പ്രസിഡന്റ് ഓട്ടോ പിടിച്ച് പോകേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. അതാരാണെന്ന് ഒരുപക്ഷെ പ്രേക്ഷകരെ ഊഹിച്ച് കണ്ടുപിടിക്കുക. കോൺഗ്രസ് പാർട്ടി 2001 വൻ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വന്നതിന് ശേഷം KPCC പ്രസിഡന്റ്, അന്നത്തെ KPCC പ്രസിഡന്റ് വന്യവയോധികൻ ആയ ഒരാൾ, അദ്ദേഹം കൂടെ സൃഷ്ടിച്ചൊരു വിജയമാണ്. പിറ്റേന്ന് അദ്ദേഹത്തെ KPCC പ്രസിഡന്റ് പദത്തിൽ നിന്നും ഒരു ആലോചനയും ഇല്ലാതെ മുൻകൂട്ടി പറയാതെ മാറ്റുകയാണ്. പുതിയ ആളെ ഇരുത്തി കഴിഞ്ഞു. അധികാര സമവാക്യങ്ങളാണ്. അദ്ദേഹം പിന്നെ ഓട്ടോയ്ക്ക് കൈ കാണിച്ച് ഓട്ടോ പിടിച്ച് വീട്ടിൽ പോയി എന്നാണ് കരക്കമ്പി. ഇതുപോലെ ചെന്നിത്തല വളരെ ഗദ്ഗതകണ്ഠനായി ഒരിക്കൽ പറയുന്നത് ഞാൻ കേട്ടു. അത് എവിടെയോ ഒരു ക്ലിപ്പിംഗ് ഫുട്ടേജിൽ ഞാൻ മനസ്സിലാക്കിയത്. എന്നോടൊരു വാക്ക് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ, ഞാൻ മാറിത്തരുമായിരുന്നല്ലോ. അതെ, ഇപ്പൊ ചെന്നിത്തല പ്രതിപക്ഷ നേതാവാകട്ടെ എന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞു. ഉമ്മൻചാണ്ടിക്കായിരുന്നു കൂടുതൽ നമ്പേഴ്സ്. ഉമ്മൻചാണ്ടി പിന്മാറുമ്പോൾ ചെന്നിത്തലയാണ്, BD സതീശനായിരുന്നില്ല. അപ്പൊ ഹൈക്കമാൻഡാണ് പറഞ്ഞത് BD സതീശനാകട്ടെ. ചെന്നിത്തലയോട് ഒരു വാക്ക് പറയാതെ BD സതീശനെ പ്രതിപക്ഷ നേതാവാക്കി. ചെന്നിത്തല ഫെൽറ്റ് ഇൻസൾട്ടഡ്. രമേശ് ചെന്നിത്തല ഇത്രയും സീനിയർ നേതാവാണ്. രാഹുൽ ഗാന്ധിയൊക്കെ രാഷ്ട്രീയത്തിൽ വരുന്നതിന് എത്രയോ മുമ്പ് തന്നെ ചെന്നിത്തല കോൺഗ്രസിന്റെ നേതാവാണ്. അപ്പൊ അങ്ങനെ ഒരാളോട് ചെയ്യാവുന്ന പണിയാണോ ഹൈക്കമാൻഡ് ചെയ്തത്? അപ്പൊ ഹൈക്കമാൻഡിന്റെ ചെയ്തികൾ പലപ്പോഴും വേദനയോടുകൂടിയാണ് കേരളത്തിലെ സമുന്നതരായ കോൺഗ്രസ് നേതാക്കൾ കണ്ടത്. സമാനമായ കണ്ണീർ രണ്ടുപേരുടെ കണ്ണീര് വീഴ്ത്തിക്കൊണ്ട് വേണുഗോപാലിന് വേണ്ടി സതീശന്റെയും രമേശിന്റെയും കണ്ണീര് വീഴ്ത്തിക്കൊണ്ട് അൺസെറിമോണിയസ് ആയി ഒരു അച്ചടക്കമുള്ള കോൺഗ്രസ്സുകാരെന്നുള്ള നിലയിൽ പാർട്ടിയിൽ തുടർന്നേക്കാം. ഒരുപക്ഷെ മന്ത്രിസഭയിൽ ചേരാതെ മാറി നിന്നുകൊണ്ട് പ്രതിഷേധം അറിയിച്ചേക്കാം. ആർക്കും കുറ്റം പറയാനാവില്ല. BD സതീശൻ നയിച്ചതിന് ശേഷം മുഖ്യ സ്ഥാനത്ത് ഇതുമായി ഒരു ബന്ധമില്ലാത്ത, പണം മാത്രം ഇറക്കി അല്ലെങ്കിൽ സാഹചര്യം ഒരുക്കിയ ഒരാളെ ഹൈക്കമാൻഡ് ഇറക്കുന്നു. ഞാൻ മന്ത്രിസ്ഥാനത്തേക്കില്ല, ഞാൻ അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകനായി പ്രവർത്തിച്ചു കൊള്ളാം എന്ന് BD സതീശനും രമേശ് ചെന്നിത്തലയും പറഞ്ഞതാണ്. ആരുത്തരം പറയും? ഹൈക്കമാൻഡ് കൊണ്ടുവന്ന വിജയമാണോ ഇത്? ഹൈക്കമാൻഡിൻ്റെതായ ഒരു റോളുണ്ട്, സാഹചര്യങ്ങൾ ഒരുക്കി കൊടുത്തു. പക്ഷെ ഇത് കളക്റ്റീവ് വിക്ടറിയാണ്. കളക്റ്റീവ് വിക്ടറിയുടെ പിന്നിലും മുന്നിൽ നിന്ന് നയിച്ച ഒരാളുണ്ട്, പാരഡൈം സെറ്റ് ചെയ്ത ഒരാളുണ്ട്, ഓബ്വിയസ് ചോയ്സ് ഉണ്ട്, നാച്ചുറൽ ചോയ്സ് ഉണ്ട്. അത് മാത്രമല്ല സീനിയോറിറ്റി അർഹതയാണ് രമേശ് ചെന്നിത്തലയുണ്ട്. ഈ രണ്ടുപേരെ മറികടന്നുകൊണ്ട് മറ്റൊരാളെ കൊണ്ടുവന്നാൽ ഒരുപാട് പുരികങ്ങൾ ചുളിയും, ഒരുപാട് പ്രതിഷേധങ്ങൾ ഉണ്ടാകും. തെരുവിൽ കോൺഗ്രസ്സുകാരും സാധാരണക്കാരും തൽക്കാലത്തേക്ക് ഇറങ്ങി ഇതൊക്കെ ഫിസിൽ ഔട്ട് ചെയ്യും. നമുക്കറിയാമല്ലോ, ഇതൊക്കെ ചായക്കോപ്പയിലേക്ക് കൊടുക്കാറ്റാകും ആത്യന്തികമായി. പക്ഷേ ഗുഡ് വിൽ ബി ലോസ്റ്റ്. പുത്തരിയിൽ തന്നെ കല്ലുകടി എന്ന നിലയിൽ കോൺഗ്രസ് ആഗ്രഹിക്കുമോ? ജനം ഇത്രയും കൂടുതൽ 1 കോടി കേരളീയരാണ്, 1,08,00,000 കേരളീയരാണ് UDFന് വോട്ട് ചെയ്തത്. 2,15,00,000 പേരിൽ 1 കോടിയിൽ പരം പേര് ഇല്ലേ, 46.25% മലയാളികൾ വോട്ട് ചെയ്തിരിക്കുന്നു, സംവിധായകർ വോട്ട് ചെയ്തിരിക്കുന്നു. അതിനേക്കാൾ എത്രയോ താഴെയാണ് LDFിന്റെ സ്ഥാനം. അപ്പം ഓവർവെൽമിംഗ് മാൻഡേറ്റ് ആണ്. ഈ മാൻഡേറ്റ് തുച്ഛീകരിച്ച് കാണാനാവുമോ? അല്ലാതെ പാർലമെന്ററി സിസ്റ്റം അനുസരിച്ച് ഭൂരിപക്ഷ കക്ഷി MLA മാർ ചേർന്ന് തിരഞ്ഞെടുത്തോളൂ. പക്ഷെ MLA മാർ തിരഞ്ഞെടുക്കുന്നതിന് മുൻപേ ജനമെന്താണ് പറഞ്ഞത് എന്ന് മനസ്സിലാക്കാൻ ഹൈക്കമാൻഡിന് കഴിയണം. രാജസ്ഥാനിൽ ഒരു കാര്യം ചെയ്തു. എന്താ ചെയ്തത്? അശോക് ഗെഹ്ലോട്ട് എന്ന സീനിയർ നേതാവ്, സച്ചിൻ പൈലറ്റ് എന്ന ജൂനിയർ ഫയർ ബ്രാൻഡ് നേതാവ്, സച്ചിൻ പൈലറ്റിനെ കാണിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് നേരിട്ടു. സച്ചിൻ ഊട്ടി നടന്ന് പ്രചരണം നടത്തി. സച്ചിൻ പ്രഭാവത്തിൽ രാജസ്ഥാനിൽ ജയിച്ചു. ഗെഹ്ലോട്ട് മന്ത്രിയായി, വീണ്ടും മുഖ്യമന്ത്രിയായി. അല്ല, ഹൈക്കമാൻഡ് അതിൻ്റെതായ കാരണങ്ങൾ കണ്ടേക്കാം. MLA മാരുടെ എണ്ണം പോലും ആയിരുന്നില്ല ഇവിടെ പരിഗണന.
കാര്യം കണ്ടേക്കാം. അവസാനം രാജസ്ഥാനിലെ കോൺഗ്രസിന്റെ ബേസ് അങ്ങ് പോയി. അവസാന തെരഞ്ഞെടുപ്പാണ്. പിന്നെ നിരന്തരം BJP ജയിച്ചു വരികയാണ്. മധ്യപ്രദേശിൽ നോക്കൂ, അവിടെ ഇതേപോലെ തന്നെ ജ്യോതിരാദിത്യ സിന്ധ്യയൊക്കെ എത്ര അൺസെറിമോണിയസ് ആയിട്ടാണ് കളഞ്ഞത്. Correct. ഒന്ന് നോക്കൂ, ക്രെഡിബിലിറ്റിയുള്ള യുവ നേതാക്കളെ വളർത്തിക്കൊണ്ടുവരാൻ പോലും കോൺഗ്രസിന് കഴിയുന്നില്ല. ഇപ്പം 60 വയസ്സുള്ള VD സതീശൻ യുവ നേതാവാണെന്നൊന്നും ഞാൻ പറയില്ല. പക്ഷേ അവസരം ഇതുവരെ നിഷേധിക്കപ്പെട്ട ഒരാൾക്ക് ഒരവസരം, ന്യായമായ അദ്ദേഹം കൊണ്ടുവന്ന വ്യക്തിക്ക് ഒരവസരം കൊടുക്കേണ്ടത് കവിനീതി മാത്രമല്ല, അതാണ് അതിൻ്റെ ഒരു രീതിശാസ്ത്രം. അത് മറ്റ് സംസ്ഥാനങ്ങളിൽ ബേസ് കളഞ്ഞത് ഇങ്ങനെയൊക്കെ തന്നെയാണ് അല്ലേ. കോൺഗ്രസ് ഉചിതമായ തീരുമാനങ്ങൾ ഹൈക്കമാൻഡ് എടുത്തിരുന്നു എങ്കിൽ നഷ്ടപ്പെടില്ല ചില ബേസുകൾ എന്ന് വിശ്വസിച്ചു. ഛത്തീസ്ഗഡിലും പിന്നെ മധ്യപ്രദേശിലും രാജസ്ഥാനിലും സംഭവിച്ച അബദ്ധം കേരളത്തിൽ കൂടി ആവർത്തിക്കാനാണ് എങ്കിൽ യഥാർത്ഥത്തിൽ ഇത് ഹൈക്കമാൻഡിൻ്റെ മേൽ, അത് യഥാർത്ഥത്തിൽ ഇതിൻ്റെ വഴി കേൾക്കേണ്ടി വരുന്നത് പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും തന്നെ ആവും ആത്യന്തികമായി. അപ്പോൾ ജനഹിതമനുസരിച്ച്, അല്ലെ ജനഹിതം പറയുന്നത് ഞാൻ ഈ പറയുന്നത് അല്ല ജനഹിതം, ഇനി മറ്റൊന്നാണ്, അങ്ങനെ വ്യാഖ്യാനിക്കുന്നവരുണ്ടാവാം. ജനഹിതം വ്യാഖ്യാനിക്കപ്പെടാം, പക്ഷേ ഇതിനൊരു ഒബ്ജക്റ്റീവ് പരിഗണന ഉണ്ടാവേണ്ടതാണ്. ഇതിപ്പോൾ ശരിയാണ്. പണ്ട് ഛത്തീസ്ഗഡ് ആയാലും രാജസ്ഥാനിലാണെങ്കിലും ഇനിയിപ്പോൾ ദേശീയാടിസ്ഥാനത്തിലാണെങ്കിൽ തന്നെയും പലരും പറഞ്ഞു കേൾക്കുന്നുണ്ട്, കഴിഞ്ഞ 2000 ആണ്ടിന് ശേഷം അല്ലെങ്കിൽ 1996 ശേഷം കോൺഗ്രസ് കൈക്കൊണ്ട കുറേയേറെ തീരുമാനങ്ങൾ അത് വളരെ മോശമായി പോയി, കോൺഗ്രസ് പാർട്ടിയുടെ വളർച്ചയ്ക്ക് അത് വിഘാതമാണ്, തടസ്സമാണ് എന്നുള്ള തരത്തിലേക്കൊക്കെ തന്നെ പറഞ്ഞിരുന്നു. നരസിംഹറാവുവിനെ ഹാൻഡിൽ ചെയ്ത രീതി, പ്രണബ് മുഖർജിയെ ഒറ്റയടിക്ക് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പോകുന്നു, അദ്ദേഹത്തെ പ്രധാനമന്ത്രി പദത്തിൽ നിന്നും അകറ്റി നിർത്താൻ വേണ്ടിയാണെന്ന് ഭാരതരത്നം കൊടുത്തു കേട്ടോ. പ്രണബ് കുമാർ മുഖർജിക്ക് ഭാരതരത്നം കൊടുത്തു. കോൺഗ്രസ് അല്ല, BJP അധികാരത്തിൽ വന്നപ്പോൾ ഭാരതരത്നം കൊടുത്തു. BJP കോൺഗ്രസുകാർ തള്ളിക്കളഞ്ഞ, അല്ലെങ്കിൽ ജനതാ പാർട്ടിക്കാർ തള്ളിക്കളഞ്ഞ കർപ്പൂരി ഠാക്കൂർ ഉൾപ്പെടെ പലരും ഇവരുടെയൊക്കെ ഭരണകാലത്ത് കൊടുക്കാത്ത ഭാരതരത്നം കൊടുത്ത് ആദരിക്കാൻ സാധിച്ചത് BJP ഭരണകാലത്താണ് എന്ന് കൂടി ഓർക്കണം. അതൊരു പൊളിറ്റിക്കൽ പോയിന്റ് കൂടിയാണ്. അപ്പൊ ഈ പൊളിറ്റിക്കൽ മാസ്റ്റേഴ്സ് അല്ലെ, പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റുകൾ ഇവിടെ പോയി. കോൺഗ്രസിന്റെ ഒരു കാലത്ത് വിഖ്യാതരായ പൊളിറ്റിക്കൽ മാനേജേഴ്സ് ഉണ്ടായിരുന്ന കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കൾക്ക് എന്തു പറ്റി? ഹൈക്കമാൻഡിനെ ഉപദേശിക്കുന്നവരുടെ ഒരു ക്വാളിറ്റിയിൽ മെയിൻ ഉപദേശകനാണ് ഈ പറയുന്ന വേണുഗോപാൽ. വേണുഗോപാലാണ് ഹൈക്കമാൻഡിനെ ഉപദേശിക്കുന്നത്. ആ ആള് തന്നെയാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഇപ്പോൾ ശ്രമിക്കുന്നതും. ഇതൊക്കെ നാട്ടുകാരെ പരിഹസിക്കുന്നതിന് തുല്യമായി കാണില്ലേ? എന്നൊരു ചിന്തയുണ്ട്. ഈ കോൺഗ്രസ് നമ്മുടെ കിഴക്കൻ സംസ്ഥാനങ്ങളെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളുടെ കാര്യത്തിലാണെങ്കിൽ തന്നെയും പല സംസ്ഥാനങ്ങളുടെ കാര്യത്തിലും കോൺഗ്രസ് കൈക്കൊണ്ട ഒരു ഉദാസീന സമീപനം. അവിടെ ഇപ്പോൾ ആരാണ് കൂടുതലായി ഭരിക്കുന്നത്? BJP തന്നെയാണ് ഒട്ടുമിക്ക സംസ്ഥാനങ്ങളുടെയും ഭരണം കൈക്കലാക്കിയിരിക്കുന്നത്. ഒന്നും വേണ്ട, ഹിമന്ത ബിശ്വ ശർമ്മ എന്ന വ്യക്തി രാഹുൽ ഗാന്ധിയെ കാണാനായി ഡൽഹിയിൽ വന്ന് ദിവസങ്ങളോളം തമ്പടിച്ച് അവിടെ കാത്തുകിടന്നു. രാഹുൽ ഗാന്ധി പട്ടിക്ക് ബിസ്ക്കറ്റ് കൊടുക്കുകയായിരുന്നു ആ സമയത്ത്. ഇദ്ദേഹത്തെ കേൾക്കുന്ന സമയത്ത് പട്ടിക്ക് ബിസ്ക്കറ്റ് കൊടുത്തുകൊണ്ടിരിക്കുക. ആ സമയത്ത് ഇദ്ദേഹം ഒന്നും കേൾക്കാൻ തയ്യാറല്ല, ഇറങ്ങി അങ്ങ് നടന്നു, തിരിച്ചു നടന്നു, നേരെ ചെന്ന് BJP പാളയത്തിൽ ചേരുകയാണ് ചെയ്തത്. അവിടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുടെ ആകമാന BJPയുടെ ഉജ്ജ്വലമായ മുഖമായി, ജനകീയ മുഖമായി വന്നത് ഹിമന്ത ബിശ്വ ശർമ്മയാണ്. കയ്യിലിരുന്ന ജ്യോതിരാദിത്യ സിന്ധ്യയെ, പിന്നെ ഈ ബിശ്വ ശർമ്മയെ, എന്തിന് സുവേന്ദു അധികാരിയെ ഒക്കെ തന്നെ കളഞ്ഞു കുളിച്ചത് അതത് പാർട്ടികളല്ലേ, പ്രാദേശിക പാർട്ടികളും ഒക്കെ തന്നെയല്ലേ. അതെല്ലാം തന്നെ ഈ CBI എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ ഉപയോഗിച്ചുകൊണ്ട് റാഞ്ചി എടുത്തതാണെന്ന് പറയാം. അങ്ങനെയുള്ള കേസുകൾ ഉണ്ടാവാം. എല്ലാം അങ്ങനെയാണെന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് ഹൗ ഡു യു മാനേജ് പോളിറ്റിക്സ് കോൺഗ്രസിനത് അറിയില്ല. അതാണ് ഹൈക്കമാൻഡ് അറിയില്ല. എനിക്കൊന്നു പഴയ നേതാക്കളുടെയും പുതിയ നേതാക്കളുടെയും കഴിവ് സംബന്ധിച്ചുള്ള ഒരു താരതമ്യം ഇതിൽ നിന്ന് വ്യക്തമാണ്. നമുക്ക് 90കൾ മുതൽ അല്ലെങ്കിൽ 90കളുടെ പകുതിക്ക് ശേഷം ഇങ്ങോട്ട് കോൺഗ്രസിന് സംഭവിച്ചിട്ടുള്ള അപജയം, ഏറ്റവും നല്ല നേതാക്കൾ മുകൾ തട്ടിൽ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ ഉണ്ടാകണം, ഉപദേശിക്കാൻ ഉണ്ടാകണം, കൃത്യമായ തീരുമാനങ്ങൾ എടുക്കാൻ നേതൃസ്ഥാനത്തിരിക്കുന്നവർക്ക് കരുത്തായി ഉണ്ടാകണം. അവിടെയാണ് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ശക്തമായി മുന്നോട്ട് പോകുന്നത്. രാജാവ് എന്തായിരിക്കണം, എങ്ങനെയായിരിക്കണം? ഒരു ഉപദേശകന്റെ ഉപദേശത്തിന് ഒപ്പമാണ് രാജാവിൻ്റെ ഒരു ക്രെഡിബിലിറ്റി. ഉപദേശകർ മോശമാണെങ്കിൽ രാജാവ് പോയി. മുൻകാലത്തെ ഉള്ളൊരു സെയിങ് ആണ്. അപ്പം ആരാണ്, ഹൂ ആർ യുവർ അഡ്വൈസേഴ്സ് എന്ന് രാഹുൽ ഗാന്ധിയോട് ചോദിച്ചാൽ, മിസ്റ്റർ വേണുഗോപാൽ വാസ് മൈ മെയിൻ അഡ്വൈസർ. ഐ ഹാവ് അപ്പോയിന്റഡ് മിസ്റ്റർ വേണുഗോപാൽ ആസ് ദ CM ഓഫ് കേരള എന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധിയുടെ മെറിറ്റ് എന്താണ്, മഹത്വം എന്താണ്? എന്ത് തരം നേതാവാണ് രാഹുൽ ഗാന്ധി? അതാണ് തീർച്ചയായിട്ടും. ഇപ്പോൾ നമ്മൾ
രാജീവ് ഗാന്ധി, ഇന്ദിരാഗാന്ധി തുടങ്ങിയ നേതാക്കളെ കാണുന്നത് പോലെ ഇപ്പോഴത്തെ നേതൃത്വത്തെ കാണാത്തത് എന്തുകൊണ്ടാണ് എന്നുള്ളതിന് കൃത്യമായ ഉത്തരം നമ്മുടെ മുന്നിൽ തന്നെ ഉണ്ട്. അതുപോലെ തന്നെ കേരളത്തിലെ പഴയ നേതാക്കളുടെ കാര്യം എടുത്ത് നടക്കും. ആ നേതൃത്വത്തെ എല്ലാം ഒറ്റക്കെട്ടായി കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കേന്ദ്ര നേതൃത്വത്തിന് സാധിച്ചു. ഒരേ സമയമാണ് കരുണാകരനായാലും എ കെ ആന്റണി ആണെങ്കിലും വയലാർ രവി, ഉമ്മൻചാണ്ടി, എ കെ ആന്റണി തുടങ്ങിയവരൊക്കെ തന്നെ ഒരേ സമയം ഇവിടെ ഉദിച്ചുയർന്ന ഒട്ടേറെ കരുത്തരായ നേതാക്കളാണ്. അവരെ കൃത്യമായി പ്ലേസ് ചെയ്ത് കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു. അന്ന് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു എന്ന് ഓർക്കണം. അതെ, ആന്റണി ഗ്രൂപ്പ്, കരുണാകരൻ ഗ്രൂപ്പ്, A&I ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു. പിന്നെ തിരുത്തൽവാദി മൂന്നാമതൊരു ചേരി, അത് രമേശ് ചെന്നിത്തലയും MI ഷാനവാസും എല്ലാം ഉണ്ടായിരുന്ന ഒരു ചേരിയാണ്. ആ ചേരിക്ക് കാർത്തികേയൻ ഉൾപ്പെടെ ഉണ്ടായിരുന്ന ഒരു മൂന്നാം ചേരി, അല്ലാതെ തിരുത്തൽവാദി സംഘം, കെ കരുണാകരൻ തിരുത്തണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള സംഘം, ഇതെല്ലാം ഉണ്ടായിരുന്ന കാലത്ത് പല പൊട്ടിത്തെറികളും ഉണ്ടാകുമെന്ന് നമ്മൾ വിചാരിച്ചു. പക്ഷേ ദർ വാസ് എ സിസ്റ്റം ടു മാനേജ്. പക്ഷേ അതിൻ്റെ ഒരു കാര്യം കൂടെ നമ്മൾ മറക്കരുത്, അന്ന് കേന്ദ്രത്തിൽ ഭരണമുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ പിന്തള്ളപ്പെടുന്നവരെ അക്കോമഡേറ്റ് ചെയ്യാൻ കേന്ദ്രമുണ്ടായിരുന്നു. ഇപ്പോൾ കേരളം എന്ന ഒറ്റപ്പെട്ട പച്ചപ്പുള്ള തുരുത്ത് മാത്രമായി കോൺഗ്രസ് അവശേഷിക്കുന്നു. അതുകൊണ്ടാണ് KC വേണുഗോപാലിനും മറ്റൊരു ഓപ്ഷനില്ല. കേന്ദ്രത്തിൽ ഭരണമുണ്ടെങ്കിൽ കേന്ദ്രത്തിലെ ഒരു കണ്ണായ വകുപ്പിൽ മന്ത്രിസ്ഥാനം, ക്യാബിനറ്റ് റാങ്കോടെ മന്ത്രിസ്ഥാനം, ഇപ്പോൾ അതില്ല. അപ്പോൾ ഈ വറവിൻ്റെ അനുഭവത്തിൽ ഇവിടെയുള്ള മരുപ്പച്ച തേടി ഡൽഹിയിൽ നിന്നും പോലും ആള് വരുന്നു എന്ന് പറയുമ്പോൾ നോക്കൂ എങ്ങനെയാണ് ഒരു സിറ്റുവേഷനെ മാനേജ് ചെയ്യുന്നത്. അവിടെ കോൺഗ്രസിന്റെ ഫെഡറലിസത്തിന് എന്ത് പറ്റി? കോൺഗ്രസ് പാർട്ടി ഒരു ഫെഡറൽ പാർട്ടി കൂടിയല്ലേ. കേന്ദ്രം, സംസ്ഥാന നേതാക്കളെ സംസ്ഥാനം ഭരിക്കാൻ അനുമതി. ഉമ്മൻചാണ്ടി ഒരിക്കലും കേന്ദ്ര നേതൃത്വത്തിൽ ഉണ്ടായിട്ടില്ല. സംസ്ഥാനത്ത് അനിഷേധ്യ നേതാവായിരുന്നു അല്ലേ ഉമ്മൻചാണ്ടി. അങ്ങ് വർക്കിംഗ് കമ്മിറ്റിയിലെത്തി, അങ്ങ് കേന്ദ്രത്തിന്റെ ആളായി ഒന്നും പ്രവർത്തിച്ചില്ല. എപ്പോഴും സംസ്ഥാനം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറായ ആളാണ്. ഇവിടെ ഗ്രാസ് റൂട്ട് ലെവലിൽ സംഘടനയെ കെട്ടിപ്പടുത്ത ആളാണ്. അർഹമായ മുഖ്യമന്ത്രി സ്ഥാനം 1 അല്ല 2 വട്ടം കിട്ടി. അപ്പോൾ അതിന് സമാനമായ രീതിയിൽ ഉമ്മൻചാണ്ടിയോളം വരില്ല ഒരുപക്ഷെ VD സതീശൻ. പക്ഷേ മറ്റൊരു ബ്രാൻഡാണ്, ഒരു ബ്രാൻഡാണ്, അല്ലെന്ന് പറയാൻ പറ്റുമോ? ഫയർ ബ്രാൻഡാണ്. ജനം കാത്തിരുന്ന, സാധാരണ കോൺഗ്രസ്സുകാർ കാത്തിരുന്ന ഒരു ഫ്രഷ് ബ്രാൻഡാണ് VD സതീശൻ. ആ ബ്രാൻഡിന് ഒരു പരിഗണന പോലും കൊടുക്കാതെ മറ്റൊരു എളുപ്പ വഴിയാണ് KC വേണുഗോപാൽ എടുക്കുന്ന എളുപ്പ വഴിയാണ്. പിന്നെ എന്തിന് KC വേണുഗോപാൽ പറഞ്ഞു MP മാർ മത്സരിക്കണ്ട എന്ന്? അതെ, അതോ മറ്റാരെങ്കിലും ഒഴിവാക്കാൻ വേണ്ടിയായിരുന്നു? അടൂർ പ്രകാശിനെ ഒഴിവാക്കാൻ വേണ്ടിയാണോ? കെ സുധാകരനെ ഒഴിവാക്കാൻ വേണ്ടിയാണോ അത് പറഞ്ഞത്? ഇതൊക്കെ ചോദ്യങ്ങൾ വരില്ലേ? എന്ത് പറയും? ഈ രണ്ടുപേർ അയോഗ്യരാണെന്ന് പറയും. ഹൈക്കമാൻഡ് ജനങ്ങളോട് എന്ത് പറയും? നേരിട്ട് പറയണ്ട, പക്ഷേ പറയണമല്ലോ എന്തെങ്കിലും രീതിയിൽ. രമേശ് ചെന്നിത്തലയും ഈ പറയുന്ന VD സതീശനും അയോഗ്യരാണ്, അതുകൊണ്ട് യോഗ്യനായ ഒരാളെ ഞങ്ങൾ ഡൽഹിയിൽ നിന്നും ഇവിടെ നിങ്ങൾക്ക് വേണ്ടി മുഖ്യമന്ത്രിയായി കൊണ്ടുവന്നു. എന്നിട്ട് നിങ്ങളൊരു കാര്യം ചെയ്യണം കേട്ടോ, അദ്ദേഹത്തിൻ്റെ ഒരു മണ്ഡലം അത് ഇരിക്കൂറാകുമെന്നാണ് ഈ ക്രിസ്റ്റൽ ബോൾ ഗേസിംഗിൽ കാണുന്നത്. അവിടെ സജീവ് ജോസഫ് എന്ന MLA മാറിക്കൊടുക്കുന്നു, KC വേണുഗോപാൽ മത്സരിക്കുന്നു, കണ്ണൂർക്കാരൻ കൂടിയായ KC വേണുഗോപാൽ മത്സരിക്കുന്നു, ജയിക്കുന്നു. മനപ്പായസമല്ലേ? KC വേണുഗോപാലിൻ്റെ ആലപ്പുഴ സീറ്റിൽ ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരൻ നിൽക്കുന്നു, വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്നു. ഇത് ഹൈക്കമാൻഡ് ഭാഷ്യമല്ലേ? കേരളത്തിലെ ചിന്തിക്കുന്ന ജനം എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയില്ല. ഇരിക്കൂർ സേഫ് സീറ്റാണെന്നൊക്കെ ഇപ്പം പറയും. ഈ വേവിൽ വൻ ഭൂരിപക്ഷമാണ്. പക്ഷേ സ്വന്തം പാർട്ടിയിലെ ആളുകൾ കണ്ണൂരിൽ, ഇരിക്കൂറിലല്ല, ഇരിട്ടിയിൽ വൻ പ്രകടനമാണ് കോൺഗ്രസിൽ നടക്കുന്നത്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് VD സതീശന് അനുകൂലമായി. കോൺഗ്രസ്സുകാർ എത്ര പേര്, ഗ്രാസ് റൂട്ട് ലെവൽ കോൺഗ്രസ്സുകാർ എത്ര പേർ മുഖ്യമന്ത്രിയാകുന്ന KC വേണുഗോപാലിന് വേണ്ടി പ്രചരണത്തിലെത്തും? ജനം എങ്ങനെ പ്രതികരിക്കും? ഉറപ്പില്ല. ഒരു സീറ്റ്, സേഫ് സീറ്റ്. പിന്നൊരു വഴിയുണ്ട്. തിരൂരങ്ങാടി പോലെ പഴയ ആന്റണിക്ക് അഭയം നൽകിയ മുസ്ലിം ലീഗിൻ്റെ ഉരുക്ക് കോട്ട. ഒറ്റ വഴിയേ ഉള്ളൂ. ഈ KM ഷാജി വേങ്ങരയിൽ നിന്ന് മാറിക്കൊടുക്കുക, അല്ലെങ്കിൽ മലപ്പുറത്ത് 85,000 വോട്ടിന് ജയിച്ച കുഞ്ഞാലിക്കുട്ടിയൊക്കെ മാറിക്കൊടുക്കുക. അവിടെ നിന്നാൽ ഉറപ്പായി KC എന്നല്ല, കോൺഗ്രസിന്റെ ഏത് കുറ്റിച്ചൂല് നിന്നാലും മുസ്ലിം ലീഗിന്റെ കെയർ ഓഫിൽ ജയിച്ചു വരും. അത് മതിയോ? കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഒരു അന്തസ്സ് വേണ്ടേ? അത് മതിയോ? മറ്റേതെങ്കിലും വേറൊരു പാർട്ടിയുടെ കെയർ ഓഫിൽ ജയിച്ചു വരുന്നത് നാണക്കേടല്ലേ? രാഹുൽ ഗാന്ധി കാട്ടിയ അബദ്ധം എന്താണ്? വയനാട് വന്ന് മത്സരിച്ചു, അവിടെയും മത്സരിച്ചു. അത് മാത്രമാണെങ്കിൽ കുഴപ്പമില്ല. വയനാട് മത്സരിച്ചപ്പോൾ തന്നെ നോർത്ത് ഇന്ത്യയിലെ സീറ്റുകൾ പടപടാന്ന് കുറഞ്ഞു. കാരണം എന്തുകൊണ്ടാണ്? ഇവിടെ വന്ന് മത്സരിക്കേണ്ട ഗതികേടുണ്ടായി. മുസ്ലിം ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും കൂടെ തട്ടകത്തിൽ ദക്ഷിണേന്ത്യയിൽ ഒരു രീതിയിലും രാഹുൽ ഗാന്ധിയുടെ സ്വാഭാവിക മണ്ഡലമല്ല വയനാട്. പ്രിയങ്കയ്ക്ക് അത് തന്നെയാണ്. ഇവിടെ ജയിച്ചു, വൻ ഭൂരിപക്ഷം ജയിച്ചു, അത് മറ്റൊരു കാര്യം. പക്ഷേ ജയം മാത്രമല്ല, തോൽവിയോടും ഒപ്പം ചേർന്ന് ജയം. ഇപ്രാവശ്യം അമേധി
കേന്ദ്രീകരിച്ചു, റായ്ബറേലി കേന്ദ്രീകരിച്ചു. അതിൻ്റെ മെറിറ്റ് കോൺഗ്രസ് പാർട്ടിക്ക് മൊത്തത്തിലുണ്ടായി. 99 സീറ്റ് കിട്ടിയില്ലേ കേന്ദ്രത്തിൽ? 42-ൽ നിന്നും 99 മാറിയതിൻ്റെ പിന്നിൽ രാഹുൽ ഗാന്ധി മണ്ഡലം മാറിയതിൻ്റെ ഒരു പ്രഭാവം കൂടി അവിടെ ചേർത്ത് വായിക്കണം. അതുകൊണ്ട് KC-ക്ക് 3 നഷ്ടങ്ങളാണ്. ഒരു നഷ്ടം ഓൾറെഡി ഉണ്ടായി. KC ലോക്സഭയിലേക്ക് എത്താൻ വേണ്ടി രാജ്യസഭാ അംഗത്വം രാജസ്ഥാനിൽ നിന്നുള്ളത് രാജിവെച്ചു. ആ സീറ്റിൽ BJP ജയിച്ചു കയറി, അതൊരു നഷ്ടം. 2, ആലപ്പുഴ സീറ്റിൽ ഉറപ്പൊന്നുമില്ല, LDF-ന് ജയിക്കാവുന്നൊരു സീറ്റാണ്, BJP-ക്കും സാധ്യതയുള്ള സീറ്റാണ് ആലപ്പുഴ. അവിടെ UDF സ്ഥാനാർത്ഥി ജയിച്ചു വരുമെന്ന് എന്താ ഉറപ്പ്? ഒരു കോൺഗ്രസ് സീറ്റ് നഷ്ടപ്പെടുത്തുന്നതിന് തുല്യമാണ്. 3, മുഖ്യമന്ത്രി തന്നെ ജയിച്ചു വന്നില്ല എങ്കിൽ എന്തിനായിരുന്നു ഈ പടപ്പുറപ്പാട്? പിന്നെ PD സതീശനോട് പറയേണ്ടി വരും, അല്ല ചെന്നിത്തലയോട് പറഞ്ഞു ദയവായി വരൂ, തങ്ങളെ നയിക്കൂ എന്ന് പറയേണ്ടി വരില്ലേ? എന്തെല്ലാം കാണേണ്ടി വരും? തീർച്ചയായിട്ടും എന്തെല്ലാം കാണേണ്ടി വരുന്നു എന്നുള്ളതാണ്. ഇത്രയും വലിയൊരു മാൻഡേറ്റ് കേരളത്തിലെ ജനങ്ങൾ മനസ്സറിഞ്ഞു നൽകിയിട്ടും ഇത്തരത്തിലുള്ള ചർച്ചകളിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് വളരെ മോശം തന്നെയാണ്. ജനങ്ങളെ കൊണ്ട് മോശം പറയിപ്പിക്കരുത് ഇനിയും കോൺഗ്രസ് നേതൃത്വമേ എന്നാണ് അവർ മനസ്സുകൊണ്ട് ഓരോ നിമിഷവും നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓർക്കുക, കേരള ജനത മാറിയിരിക്കുകയാണ്. അവർ ആഗ്രഹിക്കുന്ന നേതൃത്വത്തെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അവർ തെരുവിലേക്ക് ഇറങ്ങും എന്നുള്ളതാണ് കേരളത്തിൻ്റെ പല കോണുകളിൽ നിന്നും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകൾ. ഓരോ കോൺഗ്രസ് പ്രവർത്തകൻ്റെയും വികാരം അതാണ് എന്നുള്ളതാണ്. മറ്റ് ക്ലെയിം ഉന്നയിക്കുന്ന 3 നേതാക്കളിൽ ഏതെങ്കിലും ഒരാൾ മോശമെന്നല്ല പറയുന്നത്. പക്ഷേ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു നേതാവ്, അത് എന്തുകൊണ്ട് അദ്ദേഹം വരണം എന്നുള്ളതാണ് ഇന്ന് ഈ ചർച്ചയിൽ ഊന്നിപ്പറഞ്ഞിരിക്കുന്നത്. പട നയിച്ചവൻ ത്യാഗങ്ങൾ സഹിച്ചും തൻ്റെ കഴിവുകൊണ്ട് കാര്യങ്ങൾ മുൻകൂട്ടി അറിഞ്ഞും പടയെ കൃത്യമായി വിനിയോഗിച്ച് യുദ്ധത്തിൽ കരുക്കൾ നീക്കിയും വിജയം കൊയ്തെടുക്കുന്ന നേതാവിന് അർഹിച്ച സ്ഥാനം കിട്ടിയേ തീരൂ. ഇല്ലായെങ്കിൽ കാലം മാപ്പ് തരില്ല. വളരെയധികം നന്ദി സാർ, ഇത്ര സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചത്. താങ്ക് യു. ടോക്കിംഗ് പോയിന്റിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമുക്ക്. നമസ്കാരം.